നാടിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. തൃത്താല മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പദ്ധതിയായ കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മാർച്ച് 1 ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. തൃത്താല എംഎൽഎയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായ MP രാജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. ജലസംഭരണത്തിനും ഗതാഗതത്തിനും ഒരുപോലെ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തൃത്താല MLAയും മന്ത്രിയുമായ MP രാജേഷിന്റെയും കോട്ടക്കൽ MLA ആബിദ് ഹുസൈന്റെയും സജീവ ഇടപെടലുകൾ പദ്ധതി വേഗത്തിലാക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. 29 ഷട്ടറുകളും 31 പില്ലറുകളുമുള്ള റെഗുലേറ്ററിൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഷട്ടറുകളും താഴ്ത്തി ജലസംഭരണ പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. 102 കോടി രൂപ ചെലവിൽ 418 മീറ്റർ നീളവും 11 മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. പദ്ധതിയുടെ റെഗുലേറ്ററുമായി ബന്ധപ്പെട്ട 95% ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു. അപ്രോച്ച് റോഡ് പണിയുമായി ബന്ധപ്പെട്ട 5% ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. കുമ്പിടി ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്. കുറ്റിപ്പുറം ഭാഗത്തെ അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളാണ് ഇനി അവശേഷിക്കുന്നത്. റോഡിന് സ്ഥലം വിട്ടു നൽകുന്ന ഭൂ ഉടമകൾ സമ്മതപത്രം കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടിക്ക് കൈമാറിയിരുന്നു. പാലക്കാട് ജില്ലയിലെ കുമ്പിടിയെയും മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെയും ബന്ധിപ്പിക്കുന്ന കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അനുബന്ധ റോഡിനായി 2024 മാർച്ചിലാണ് റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുപ്പ് തുടങ്ങിയത്. കുമ്പിടി ഭാഗത്ത് സമ്മതപത്രം നൽകിയവരുടെ ഭൂമികളിൽ അനുബന്ധ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. റോഡിന് ഇരുവശത്തുമുണ്ടായിരുന്ന മതിലുകൾ പൊളിച്ച് മരങ്ങൾ മുറിച്ചു മാറ്റി റോഡിന്റെ പണി അന്തിമഘട്ടത്തിലാണ്. 2022 പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എറണാകുളം ആസ്ഥാനമായുള്ള പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. 2 വർഷത്തെ കാലയളവാണ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ടിരുന്നത്. വിവിധ കാരണങ്ങളാൽ നിർമ്മാണം നീണ്ടുപോയെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായ ആശ്വാസത്തിലാണ് നാട്ടുകാർ. കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലായാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ പൂർണ്ണതോതിൽ കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രവർത്തന സജ്ജമാകും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഷട്ടറുകൾ താഴ്ത്തി ജലസംഭരണം ആരംഭിച്ചപ്പോൾ തന്നെ ഗുണഫലം സമീപ പ്രദേശങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കുറ്റിപ്പുറം ഭാഗത്ത് ഇറങ്ങാനാകുമെങ്കിലും മുഴുവൻ പണികളും പൂർത്തിയായാൽ മാത്രമേ പൊതുഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയൂ. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ജലസേചനത്തിനും വിവിധ ശുദ്ധജല പദ്ധതികൾക്കും ഗതാഗത ടൂറിസം മേഖലയുടെ വികസനത്തിനും കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വലിയ സാധ്യതകളാണ് തുറക്കുക. അനുബന്ധ പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമായാൽ കുമ്പിടിയെയും കുറ്റിപ്പുറത്തിന്റെയും സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും പദ്ധതി ഗുണകരമാകും. K News, കുമ്പിടി.